ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. നമ്മുടെ അടുത്ത് ഹുണ്ടായിന്റെ i10 ഗ്രാൻഡ് ആണല്ലോ. ഡീസലാണ്, 3 സിലിണ്ടർ വണ്ടിയാണ്. ഈ വണ്ടിയുടെ പ്രത്യേകത പറഞ്ഞാൽ ഇതിന്റെ മൈലേജ് ആണ് ഏറ്റവും മെയിൻ. 24 കിലോമീറ്റർ മൈലേജ് ഈ വണ്ടി കിട്ടുന്നുണ്ട്. അപ്പം അതിനേക്കാൾ കൂടുതൽ കിട്ടുന്നുണ്ടെന്നാണ് കസ്റ്റമർ പറയുന്നത്. നമുക്ക് ഇതിന്റെ മൈലേജ് ഒന്ന് ടെസ്റ്റ് അടിച്ച് നോക്കിയാലോ. നമ്മുടെ i10 ഗ്രാൻഡിന്റെ മൈലേജ് ടെസ്റ്റ് അടിക്കാൻ 1 ലിറ്റർ ഡീസൽ വേണം. പിന്നെ വേണ്ടത് വെച്ചാൽ 2 ലിറ്ററിൻ്റെ ഒരു കുപ്പിയാണ്. ശേഷം ഡീസലിൻ്റെ ഓസാണിത്. പിന്നെ ഇതൊരു വാട്ടർ ലെവലിൻ്റെ ഓസാണ്. പിന്നെ വേണ്ടത് വെച്ചാൽ 2 ഓസ് സ്ട്രിപ്പും കൂടിയാണ് വേണ്ടത്. ഈ കണക്ക് 2 ഓസ് സ്ട്രിപ്പും കൂടിയാണ് വേണ്ടത്. ഈ സാധനങ്ങളെല്ലാം നമ്മൾ വണ്ടിയിൽ ഫിറ്റ് ചെയ്ത് സെറ്റാക്കി. നമ്മുടെ അടുത്ത് 1 ലിറ്റർ ഡീസൽ ഉണ്ട്, അതേപോലെ ഒരു 2 ലിറ്ററിന്റെ ക്യാനുണ്ട്. ഈ ക്യാനിൽ ഇത്ര വരെ നമ്മൾ ഡീസൽ ഒഴിച്ചിട്ട് ലോഡാക്കി വെച്ചതാണ്, ഈ മാർക്ക് വരെ. അപ്പം ബാക്കിയുള്ള ലിറ്റർ നമ്മൾ ഡീസൽ ഫില്ല് ചെയ്തതിനു ശേഷം ഇത് തീരുന്ന ലെവൽ ഇതുവരെ എത്തിയാലാണ് നമ്മുടെ മൈലേജ് ടെസ്റ്റിന്റെ കംപ്ലീറ്റ് ആവുക. ഓക്കെ, എന്തായാലും നമ്മൾ ഡീസൽ ഒഴിക്കാം. അപ്പം നമ്മൾ ഡീസൽ കംപ്ലീറ്റ്ലി 1 ലിറ്റർ ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റാർട്ട് ചെയ്തിട്ട് ഓടിച്ചു നോക്കാം. വണ്ടി സ്റ്റാർട്ട് ചെയ്ത് നോക്കുകയാണ്. 24 കിലോമീറ്ററിന്റെ റേഞ്ച് 24 തന്നെ കാണിക്കുന്നുണ്ട്. ട്രിപ്പ് നമ്മൾ റീസെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഇനി കിലോമീറ്റർ എത്ര ഓടി അറിയാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇനി എന്തായാലും നമ്മൾ വണ്ടി എടുത്ത് പോയി നോക്കാം. ഹൈവേയിലേക്ക് കയറിയിട്ടുണ്ട്. നമ്മളിപ്പം വന്ന റോഡ് കുറച്ച് അലമ്പായിരുന്നു. ഇപ്പോൾ ഒരു 1 കിലോമീറ്റർ 600 മീറ്റർ ഓടിയിട്ടുണ്ട്. ഏകദേശം ഇപ്പം നല്ല റോഡിലേക്ക് നമ്മൾ എത്തിയത്. ഇനി എന്തായാലും നമ്മൾ ഫുൾ AC ഇട്ടിട്ട് നമുക്ക് ഓടിച്ച് ചെക്ക് ചെയ്യാം. AC-യിൽ എത്ര കിലോമീറ്റർ കിട്ടും നോക്കാം. പിന്നെ അതേപോലെ ഒരു 70 കിലോമീറ്റർ സ്പീഡിലാണ് നമ്മൾ മൈലേജ് ടെസ്റ്റ് ചെയ്യുന്നത് കേട്ടോ. എന്തായാലും നമുക്ക് ബാക്കി കാണാം. മച്ചാമാര് നമ്മുടെ മൈലേജ് കഴിഞ്ഞിരിക്കുകയായിരുന്നു. ഡീസൽ ഓൾമോസ്റ്റ് തീർന്നിട്ടുണ്ട്, നമ്മളെ കറക്റ്റ് ലെവലായിട്ടുണ്ട്. ഇപ്പം കിലോമീറ്റർ കാണി 23 കിലോമീറ്റർ മൈലേജ് കാണിക്കുന്നുണ്ട്. ഇപ്പം നമ്മൾ നല്ല ട്രാഫിക് ബ്ലോക്കുള്ള വഴിക്കൂടും നല്ല കയറ്റും നല്ല അലമ്പ് റോഡും ഒക്കെ കൂടി കഴിഞ്ഞിട്ടാണ് നമ്മൾ വരുന്നത്. ഇപ്പം 23 കിട്ടാറുണ്ട് ഇന്നത്തെ ഇതിൽ നല്ല ലെക്കാണ്. പിന്നെ ഇതിപ്പോൾ ലോങ് നല്ല ഇതിലൂടെ ഓടുകയാണെങ്കിൽ ഇതിനെക്കാട്ടും കൂടുതൽ എന്തായാലും കിട്ടും. നമ്മൾ അലമ്പ് റോഡായിരുന്നു, ഫുള്ള് ബ്ലോക്ക് ആയിരുന്നു, ഒക്കെ കൂടി ആയതുകൊണ്ടാണ്. എന്തായാലും നല്ല രീതിയിൽ മൈലേജ് ഉണ്ട്, ഇതിനെക്കാട്ടും കൂടുതൽ കിട്ടണ്ടായിരുന്നു. അതുകൊണ്ടാണ് ലോങ് ഓടുമ്പോൾ മൂപ്പര് പറഞ്ഞ് നല്ല മൈലേജ് കിട്ടുന്നുണ്ടെന്ന്. ഓക്കെ, അമ്മ എന്തായാലും ബാക്കി സാധനങ്ങളൊക്കെ ഫിറ്റ് ചെയ്ത് നമുക്ക് നാട്ടിലേക്ക് എത്തും. അപ്പം നമ്മൾ മൈലേജ് ടെസ്റ്റ് കഴിഞ്ഞിട്ട് അപ്പോൾ വീട്ടിലെത്തിയിട്ടുണ്ട്. 23 കിലോമീറ്ററാണ് നമ്മൾ ആക്ച്വൽ മൈലേജ് കിട്ടിയത്. ഇതിപ്പം നമ്മൾ AC ഇട്ടിട്ട് അത്യാവശ്യം നല്ല കയറ്റുള്ള റോഡ്, റഫ് റോഡ്, അതേപോലെ ടൗണിലൂടെ 2 ടൗണിലൂടെയാണ് പോയത്. പിന്നെ ഒരു 80-60 ആ റേഞ്ചിലാണ് നമ്മൾ ഓടിച്ചിട്ടുള്ളത്. അപ്പം ഇതിപ്പം ലോങ് ഓടുകയാണെങ്കിൽ നല്ല റോഡും ഒക്കെ ആണെങ്കിൽ എന്തായാലും ഒരു 23-24 മുകളിലേക്ക് എന്തായാലും കിട്ടും. 26ന്റെ അടുത്തേക്ക് എന്തായാലും മൈലേജ് കിട്ടും. AC ഇടാതെയൊക്കെ ആണെങ്കിൽ എന്തായാലും തീർച്ചയായും കിട്ടും. ഇപ്പം നമ്മളെ ഈ ഓരോ വണ്ടി ഓടിക്കുന്നത്, അതേപോലെ വണ്ടിയിൽ എത്ര ആൾക്കാർ കയറുന്നത്, അതൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഇതിൻ്റെ മൈലേജ് ഇരിക്കുക. അപ്പം ഇതേപോലെ നമുക്ക് മറ്റു വണ്ടികളത് മൈലേജ് ടെസ്റ്റ് ചെയ്യാം. ഇതിപ്പം ഞാനിപ്പം മൈലേജ് ടെസ്റ്റ് ചെയ്ത് പറഞ്ഞാൽ എല്ലാവരും ചെയ്യാറുള്ളത് ഫുൾ ടാങ്ക് ടു ഫുൾ ടാങ്ക് ഡീസൽ അടിച്ചിട്ടാണ് എല്ലാവരും ചെയ്യാറുള്ളത്. ഇപ്പം ഞാൻ കറക്റ്റ് ആക്യുറേറ്റ് ആയിട്ടുള്ള 1 ലിറ്റർ ഡീസലിൽ എത്ര കിലോമീറ്റർ ഓടും എന്നുള്ളതാണ് കാണിച്ചത്. ഇതേപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ വണ്ടികളിലും ടെസ്റ്റ് അടിക്കാം. അപ്പം നിങ്ങളുള്ള വണ്ടി ഏതാ വെച്ചാൽ കമൻറ്റ് ചെയ്തോളൂ. ഞാൻ എന്നോട് കഴിയുന്ന എൻ്റെ അവൈലബിൾ ആയിട്ടുള്ള വണ്ടികളാണ്
ഞാൻ നിങ്ങൾക്കും വേണ്ടി മൈലേജ് ടെസ്റ്റ് അടിക്കാം. ഇതേപോലുള്ള ഉപകാരപ്രദമായിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് കിട്ടാൻ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അതേപോലെ നിങ്ങൾക്ക് ഇങ്ങനെ വണ്ടി സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും ഡൗട്ട്സോ പ്രശ്നങ്ങളോ ഉണ്ടെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാം കൊടുക്കുന്നുണ്ട്, അതിൽ കയറി ഫോളോ ചെയ്യുക. മെസ്സേജ് അയച്ചാൽ ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പം നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.